നിന്ന് മുകളിലേക്ക് പോയി പരാജയപ്പെട്ട് വലിയ കൂടുതലൊക്കെ കയറാൻ പറ്റാത്ത രീതിയിൽ നിന്ന് പിന്നെ തിരിച്ച് കയറി വരുന്ന ഒരവസ്ഥ. ഒരുപാട് വളരെ വേദനാജനകമാണ് അവസ്ഥകളൊക്കെ കടന്നിരിക്കുന്നത്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ വരിക, സാഹചര്യം വരിക എന്നുള്ളതാണ് രക്ഷാധിപനനുസരിച്ച് അത് നിരീക്ഷിക്കാതെയും ചെയ്താൽ അതുപോലെ ഡിപ്രഷൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടങ്ങൾ, അതുപോലെ നോവലിൽ പുത്രശോകം, അതായത് പുത്ര ദുഃഖം കൊണ്ട് അതിന് ആ ദുഃഖത്തിലേക്ക് ഒരുപാട് ഫോക്കസായിട്ട് സമാധാനം കിട്ടാത്ത അവസ്ഥ, കുറച്ച് ഓവറിൽ റൊമാൻറ്റിക് ആയിട്ട് തന്റെ പ്രണയത്തിന് ഒരു വിലയില്ലാതെ രീതിയിലാക്കുന്ന അവസ്ഥ, അതേപോലെ കുറച്ച് സെൽഫിഷാവുക എന്ന് പറയുന്നത് ഓവർ പോസിറ്റീവ് ആയിട്ട് പ്രണയത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥ, വളരെ ഷാർപ്പാവുക, ഓവർ തിങ്കേഴ്സ് ആവുക, ഓവർ തിങ്കിങ് നേച്ചർ, അതേപോലെ കലാപരമായിട്ടുള്ള പല കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതേപോലെ സാധനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായിട്ട് സാധനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പൊതുവെ ലഗ്നാധിപന് പാവനായിട്ടോ പാവബന്ധത്തോടുകൂടി നിന്നാൽ ഫലം. ആറാം ഭാവത്തിലേക്ക് നോക്കാം. ലഗ്നാധിപൻ ആറിലേക്ക് ചെന്നാൽ എന്തായിരിക്കും ഫലം? ആറിൽ നിന്നാൽ എന്തായിരിക്കും ഫലം? 6 എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ലഗ്നാധിപൻ ഭാവാധിപൻ ഓരോ ഭാവത്തിലും വരുന്നത് ആ ഭാവത്തിന് അധികാരകൻ ഈ ലഗ്നാധിപരമായിട്ട് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചുള്ള ഫലം. ഇതിൽ ശത്രുഘ്നാണോ, ഇതിൽ നക്ഷത്രാധിപൻ ഈ ഗ്രഹം തമ്മിൽ ചേരുന്നതാണോ, ഇതിൽ തമ്മിൽ നിൽക്കുന്ന കഷ്ടം വഴിയാണോ, ദേശീയ ആരാണ് തരുന്നത് എന്നുള്ളതെല്ലാം നോക്കി വേണം പറയാൻ. അതായത് ഇതൊരു ജനറലായിട്ട് എങ്ങനെയെന്ന് വെച്ചിട്ട് സ്ഥിരം കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇതിൽ മാത്രം വരുന്നതല്ല, ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ലഗ്നാധിപൻ 6 നിന്നാളുടെ ഫലങ്ങളാണ്. 6 മുതൽ 12 വരെയുള്ള നമ്മളുടെ ക്ലാസ്സിലാണ്. ഇത് ഒരുപാട് ലെങ്തായിട്ട് നമ്മളുടെ ക്ലാസ്സിലാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ് പോകുന്നതെന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലഗ്നാധിപൻ എന്തെന്ത് ഗുണങ്ങളും എന്തെന്ത് ദോഷങ്ങളും എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാം ഭാവം. അപ്പൊ കൂടുതൽ ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ പോവാം. ലഗ്നാധിപൻ 6ാം ഭാവത്തിൽ നിന്നാണ് ഫലങ്ങൾ. ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു പ്രമാണമാണ് ഭാവത്തിനും പരിസരത്തിനും കാരകാധിപൻ, അതുപോലെ ഭാവത്തിരിക്കുന്നത് ഭാവാധിപൻ, അതുപോലെ തന്നെ കാരകരാണ്. പിന്നെ ഞാൻ 15 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 15 റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് കണ്ടിട്ടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നേരെ അത് കണ്ടിട്ട് ആ 15 റൂൾസ് പഠിച്ചു വെക്കാം. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 6ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിന്നാലുള്ള ഫലത്തെ കുറിച്ച് നോക്കാം. 6ാം ഭാവം അരിഭാവം, ശുദ്ധഭാവം എന്ന് പറയും, ഭാവം എന്ന് പറയും, രോഗഭാവം എന്ന് പറയും, അല്ലേ? 6. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഡ്യൂട്ടികൾ 6ാം ഭാവം നടക്കുന്നത്. അപ്പൊ ലഗ്നാധിപൻ ഈ സ്ഥാനത്ത് നിന്ന് ബലപ്പെട്ട് നിന്ന് പോസിറ്റീവായിട്ട് നിന്ന് ബെനിഫിറ്റ് ആയിട്ട് നിന്നാൽ എന്തായാലും ഒന്നാമത് ഡെയിലി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. ഡെയിലി കാര്യങ്ങൾ, ഡെയിലി റൂട്ടീൻസ് അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നല്ല കഴിവായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ
ലഗ്നാധിപൻ തന്നെ ആറാം ഭാവത്തിന് വേണ്ടി ആറാം ഭാവാധിപൻ ലഗ്നാധിപൻ ശത്രുഗ്രഹങ്ങളാവുകയോ ശത്രുക്കളാവുകയോ അല്ലെങ്കിൽ ശത്രു നക്ഷത്രത്തിൽ നിൽക്കുകയോ ശത്രുഗ്രഹത്തിന്റെ യോഗമോ ആസ്പെക്ടോ ദൃഷ്ടിയോ വരികയോ ചെയ്താൽ ഇതിനൊക്കെ വിപരീതമായിട്ട് മഴി ആറും ശനി ലഗ്നാധിപൻ വഴി യോഗം ചെയ്തിട്ട് ലഗ്നാധിപനായ ശനി ആറും മഴി ഭയങ്കര കൂടുതലായി. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വല്ലാതെ നമുക്ക് നിരന്തരമായി ഒരു രോഗം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഏതാണെന്ന് അത് മാറും. അത് കേതുവിന്റെ ലഗ്നാധിപന്റെ ഇൻഫ്ലുവൻസ് വരുമോ? ലഗ്നാധിപൻ കേതുവിന്റെ നക്ഷത്രത്തിലൊക്കെ മുഖ്യമൊക്കെ ചെയ്യാം. കേതു നക്ഷത്രം മേടത്തിലും അതുപോലെ ചിഹ്നത്തിലും അതേപോലെ തന്നെ ധനുവിലും അപ്പം ആ നക്ഷത്രത്തിന്റെ ദശാംശത്തിലൊക്കെ ലഗ്നാധിപൻ ഒന്നാം പാദത്തിലാണ്. ഒന്നാം പാദത്തിൽ ഒന്നാം പാദത്തിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആറാം ഭാവമാവുകയും ചെയ്താൽ നിരന്തരമായി ഒന്ന് മാറി രോഗം ഉണ്ടാവും. അതുപോലെ കഷ്ടപ്പാടിനനുസരിച്ച് ഫലം ഉണ്ടാവാത്തതായിട്ട് ഫീൽ ചെയ്യും. കടമെടുത്ത് വീടോ വരുമാനത്തിന് അധികമായിട്ട് ചെലവ് വരികയും കടമെടുത്ത് വീടോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താലും വീടല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് എന്തെങ്കിലും കടം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലഗ്നാധിപന്റെ ദശയാണെന്ന് പറയുന്നത് പല ആൾക്കാരും ഇറങ്ങാനുള്ള സമയത്ത് കൃത്യത മനസ്സിലാവും. ലഗ്നാധിപൻ ആറും നിൽക്കുകയും ആറാം ഭാവാധിപത്യവും ലഗ്നാധിപത്യവും നക്ഷത്രാധിപത്യവും ദശയോ അപഹാരമോ വരുന്നു ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാക്കിലോട്ട്